കൊല്ലം തേവലക്കര പഞ്ചായത്തിൽ മന്ത്രി എം.ബി. രാജേഷ് നാളെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ല. ബഡ്സ് സ്കൂൾ കെട്ടിടത്തിന് ഫിറ്റ്നസ് ഇല്ലെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ 24-നോട് പറഞ്ഞു. നമ്മുടെ ഈ ബഡ് സ്കൂളില്ലേ മേഡം തേവലക്കര, അതിന് ഫിറ്റ്നസ് കൊടുത്തിട്ടുണ്ടോ മേഡം? അനുമതി കൊടുത്തിട്ടുണ്ടോ? കെട്ടിടത്തിന് അനുമതിയല്ലേ മേഡം? ഫിറ്റ്നസ് മാത്രം വന്നിട്ടില്ലല്ലേ? നാളെ ഉദ്ഘാടനം വെച്ചിട്ടുണ്ടോ? അതാണ് ചോദിച്ചത്. എനിക്ക് തോന്നുന്നു സെക്രട്ടറിയുടെ കുറച്ച് ഒരു പ്രോജക്റ്റ് വഴിയും കുറച്ച് വർക്ക് അവിടെ ചെയ്യുന്നുണ്ട്. ടോയ്ലറ്റിന്റെ വർക്ക് വേറെ ചെയ്യുന്നുണ്ട്. രണ്ട് വർക്ക് അതിനകത്തുണ്ട്. അതെ മേഡം. അപ്പൊ ഫിറ്റ്നസ് ഉണ്ടോ? ഇല്ലല്ലോ, ഫിറ്റ്നസ് കൊടുത്തിട്ടില്ലല്ലോ എന്തായാലും. ഫിറ്റ്നസ് കൊടുത്തിട്ടില്ല. ഓക്കെ മേഡം. ഓക്കെ. യാതൊരു സുരക്ഷാ ക്രമീകരണവും നടത്താതെയാണ് ധൃതി പിടിച്ചുള്ള ഉദ്ഘാടനമെന്നും പരാതിയുണ്ട്. യാതൊരു പെർമിറ്റും കിട്ടാതെ എന്തിനാണോ ഇത്ര ധൃതി പിടിച്ച് ഈ ഒരു ബഡ് സ്കൂളിന്റെ ഒരു ഉദ്ഘാടനം നടത്തുന്നത്? അത് മന്ത്രി ഉൾപ്പെടെ വന്ന് ഉദ്ഘാടനം ചെയ്യേണ്ട ഒരു കെട്ടിടത്തെ ഫിറ്റ്നസ് ലഭിച്ചിട്ടില്ല. നമുക്കത് സെർച്ച് ചെയ്യുമ്പോൾ അറിയാം, മുകളിലൂടെ ലൈൻ കമ്പി പോയിരിക്കുന്നു. തേവലക്കര പഞ്ചായത്തിന്റെ 23 വാർഡുകളാണുള്ളത്. ഈ 23 വാർഡിൽ നിന്നും ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഈ സ്കൂളിന്റെ പരിസരത്താണ് നിക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലൂടെ തന്നെ ഈ കുട്ടികൾക്ക് വലിയ പകർച്ചവ്യാധികൾ ഉൾപ്പെടെ വരാനുള്ള സാഹചര്യമുണ്ട്. എന്നിട്ട് ഇതുപോലും നോക്കാതെ ഇത്ര അടിയന്തരപരമായിട്ട് എന്തിനാണോ ഈ സ്കൂളിന്റെ ഉദ്ഘാടനം നടത്തുന്നത് ഇതുവരെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. അരുൺ രാജ് കൊല്ലത്ത് നിന്ന് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. അരുൺ, ഇത് ഗൗരവമേറിയ വിഷയമാണ്. പ്രത്യേകിച്ച് ഇത് ബഡ് സ്കൂളാണ്. ഈ പ്രത്യേക പരിഗണന ആവശ്യമുള്ളവരാണ് അവിടെ പഠിക്കുന്നത്, ഭിന്നശേഷിക്കാരാണ്. അപ്പോൾ അവിടെയാണ് ഇത് യാതൊരു സുരക്ഷാ ക്രമീകരണവും പാലിക്കാതെ ഒരു കെട്ടിടമുള്ളത്. ആ കെട്ടിടം പെട്ടെന്ന് തന്നെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു, അത് മന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുന്നു. അടിമുടി പ്രശ്നങ്ങളാണ്. എന്താണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ? ഇന്ന് ആ സ്ഥലം, ഈ തേവലക്കര ഗ്രാമപഞ്ചായത്തിലെ ബഡ് സ്കൂളിൽ നിൽക്കുന്ന സ്ഥലം ഞാൻ സന്ദർശിച്ചതാണ്, അവിടെ പോയതാണ്. ഇപ്പോഴും പ്രവർത്തികൾ പൂർണ്ണമായിട്ടും അത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നിട്ടില്ല. ഇപ്പോഴും അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ നിലവിൽ ഇപ്പോൾ ഇതിനെതിരെ ഉയർന്ന ആരോപണം ഇതിന് ഫിറ്റ്നസ് ഇല്ല എന്നുള്ളതാണ്. കാരണം ഇതിന് തൊട്ട് സമീപത്താണ് ഈ പഞ്ചായത്തിലെ 23 വാർഡുകളിലെയും പ്ലാസ്റ്റിക് ശേഖരിച്ച് അവിടെ വെച്ചാണ് വേർതിരിച്ച് പിന്നെ വിവിധ സ്ഥലങ്ങളിലേക്ക് മാറ്റുന്നത്. അതുപോലെ തന്നെ ഈ ബഡ് സ്കൂളിന്റെ തൊട്ട് മുകളിൽ കൂടിയാണ് വൈദ്യുതി അടക്കം കടന്നു പോകുന്നത്. യാതൊരു സുരക്ഷാ ക്രമീകരണങ്ങളും അവിടെ യാതൊന്നും പാലിച്ചിട്ടില്ല. മറ്റൊന്ന്, ഇത് തേവലക്കര പഞ്ചായത്തിന്റെ മാർക്കറ്റിനുള്ളിലാണ് ഈ ബഡ് സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളതാണ്. ഇത് എന്തിനാണ് ധൃതി പിടിച്ച് ഇത്തരമൊരു ഉദ്ഘാടനം നടത്തുന്നത് ചോദിച്ചാൽ ആർക്കും അതിന് കൃത്യമായ മറുപടി ഇപ്പോഴും ലഭ്യമാക്കാനില്ല. ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു സുരക്ഷാ ക്രമീകരണങ്ങളോ ഫിറ്റ്നസോ ഒന്നും തന്നെ ലഭിക്കാതെ ഇത്തരം വേഗത്തിൽ ഉദ്ഘാടനത്തിലേക്ക് കടക്കുന്നതെന്ന ചോദ്യം ഇപ്പോഴും ബാക്കിയാവുകയാണ്. നാട്ടുകാർക്കടക്കം വലിയ ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നു. നാളെ തദ്ദേശ വകുപ്പ് മന്ത്രി എം.ബി. രാജേഷാണ് ഈ കെട്ടിടം ഉദ്ഘാടനം ചെയ്യേണ്ടത്, ഈ ബഡ് സ്കൂൾ ഉദ്ഘാടനം ചെയ്യേണ്ടത്. ഒരുപക്ഷെ അദ്ദേഹം എത്തുമ്പോൾ അദ്ദേഹത്തിന് പോലും ഇക്കാര്യം അറിവുണ്ടായിരിക്കില്ല. ഈ എഞ്ചിനീയർ, ഈ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എഞ്ചിനീയർ അടക്കം ഈ സ്ഥലം സന്ദർശിക്കുകയും ഈ ബഡ് സ്കൂളിന് നിലവിൽ ഫിറ്റ്നസ് നൽകാൻ കഴിയില്ല എന്ന വാദം മുന്നോട്ട് വെക്കുകയും ചെയ്തതാണ്. പക്ഷേ ഇതിനുശേഷവും പഞ്ചായത്ത് ഈ നടപടികളുമായി മുന്നോട്ട് പോകുന്നു എന്ന ആക്ഷേപമാണ് പൊതുപ്രവർത്തകർക്കും നാട്ടുകാർക്കും അടക്കം ഇപ്പോഴും ഉള്ളത്. യെസ്, അരുൺ രാജാണ് വിശദാംശങ്ങൾ നൽകിയത് കൊല്ലത്ത് നിന്നും.